സ്ട്രക്ചറിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ ഒരു വീട്ടിൽ കയറുന്ന ഒരാൾക്ക് ഇതിന് ലിവിങ് റൂം ഉണ്ടോ അല്ലെങ്കിൽ ഡൈനിങ് റൂം ഉണ്ടോ അല്ലെങ്കിൽ കിച്ചൺ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാറില്ലായിരുന്നു. നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ കൈ കഴുകാനുള്ള സ്പേസ് ഉണ്ടോ, എവിടെയാണ് നിങ്ങൾ സ്റ്റെയർ ഇവിടെ ചെയ്യാൻ കണ്ടത്? കാരണം സ്റ്റെയറൊക്കെ നമ്മളിവിടെ ഫാബ്രിക്കേറ്റഡാണ് ചെയ്തത്. അപ്പോൾ വർക്ക് നടക്കുന്ന സമയത്ത് സ്റ്റെയറേ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഭയങ്കര ആശങ്കയാണ്. ഹായ്, ഫായിസ് ആണ് കോർബിൽ ആർക്കിടെക്ചറിന്. നമ്മളിവിടെ കോഴിക്കോട് ചെറുവറ്റയിൽ റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇത് 1400 സ്ക്വയർ ഫീറ്റിലായിട്ട് വെറും 4 സെൻറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂം, പിന്നെ അതേപോലെ ലിവിങ്, ഡൈനിങ്, അതേപോലെ തന്നെ സിറ്റ് ഔട്ട്, ബാൽക്കണി, കിച്ചൺ, വർക്ക് ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഒരു എക്കണോമിക്കലായിട്ടുള്ള ബഡ്ജറ്റ് ഹോമാണ് നമുക്ക് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു 4 സെൻറ്റ് പ്രോപ്പർട്ടിയാണ്. 4 സെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ വീടിൻ്റെ പോർച്ച് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു റോഡിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് റോഡ് കുറച്ച് കയറ്റത്തിലേക്ക് മുകളിലേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കയറ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ എൻട്രി കൊടുത്തിട്ടുള്ളത്. കാരണം മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലോപ്പ് വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഡയറക്റ്റ് ചെയ്ത് നമുക്ക് വണ്ടി ഒരു വലിയൊരു ഇന്നോവ വണ്ടി പോലത്തെ ഒരു വെഹിക്കിൾ നിർത്താനുള്ള സ്പേസ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പോർച്ച് ഒരു ഇൻഡസ്ട്രിയൽ ഫാബ്രിക്കേറ്റഡ് വർക്കിലാണ് നമ്മൾ ചെയ്തത്. ഇൻഡസ്ട്രിയൽ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വർക്കല്ല, കോൺക്രീറ്റ് പോലെ തോന്നിക്കാനായിട്ട് നമ്മൾ സിമെൻറ്റ് ഷീറ്റിൻ്റെ ബോർഡുകളും പിന്നെ അതേപോലെ തന്നെ സോഫിറ്റ് പാനൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോർച്ചിൻ്റെ പിറകിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിൻഡോനോട് ചേർന്നുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു ഡിസൈൻ വോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫ്ലോറിൽ ഇരിക്കുന്ന ടൈലാണ്. ഭംഗിക്ക് വേണ്ടി നമ്മൾ വോളിലേക്ക് കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഇവിടുന്ന് പോർച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് നമ്മളെ ചെറിയൊരു ലാൻഡ്സ്കേപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. പൊതുവേ നമുക്ക് ചെറിയ പ്ലോട്ടുകളിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ചെയ്തിട്ടുള്ളത് ഒരു വണ്ടി നിർത്താനുള്ളൊരു സ്പേസ്, പിന്നെ ഉള്ളത് നമുക്ക് നല്ല അത്യാവശ്യം കാണാൻ ഒരു കണ്ണിന് കുളിർമ വരുന്ന രീതിക്കുള്ള ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്ഡ് പോർഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 സൈഡിലായിട്ട് നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കോമ്പൗണ്ട് വാൾ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് വാളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ബ്രിക്കും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫ്രെയിംഡ് വർക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കോമ്പൗണ്ട് വാളോട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് കാണുന്ന സമയത്ത് മുറ്റം കുറച്ച് കൂടുതൽ ഏരിയ ഫീൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് ഫുൾ ലെങ്ത്ത് വരുന്ന സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തത്. അതിൽ നമ്മൾ ഗ്രാനൈറ്റ് ആണ് നമ്മളിവിടെ വിരിച്ചിട്ടുള്ളത്. ഗ്രാനൈറ്റിന് തന്നെ ചെറിയൊരു റഫ് ആയിട്ടുള്ളൊരു ഫിനിഷ് വരുന്ന ലെപ്പോത്ര സീരീസിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ പ്രത്യേകത നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മഴ നനവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും കാല് സ്ലിപ്പാവാതെ ഒരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സൺഷെയ്ഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന സൺഷെയ്ഡിനേക്കാളും ഒരു 3 ഫൂട്ട്, അതായത് 1 മീറ്ററോളം പ്രൊജക്ഷൻ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ സൺഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നതോടുകൂടെ നമുക്ക് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സ്റ്റെപ്പിലേക്ക് വരുന്ന മഴപ്പാറലുകൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറക്കാനാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് വിൻഡോ ആണ്. നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വിൻഡോ എന്ന് മാറി നമ്മൾ ഇങ്ങനത്തെ വലിയൊരു ഗ്ലാസ് വിൻഡോ കൂടെ കൊടുത്തത് നമ്മൾ എക്സ്റ്റീരിയറിൻ്റെ ഒരു ഭംഗി കിട്ടാനും വീടിൻ്റെ അകത്ത് കൂടുതൽ വെളിച്ചം കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. കയറി കഴിഞ്ഞാൽ 2 ആൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. 2 ചെയർ, ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ചെയർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മളിവിടുത്തെ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. കൂടുതൽ വർക്കോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ വലിയൊരു ഹാൻഡിൽ മാത്രം കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. വലിയൊരു പൊളി അതേപോലെ ചെറിയൊരു പൊളി എന്നുള്ള രീതിയിലാണ് നമ്മളിവിടുത്തെ ഷട്ടറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമുക്ക് ഈ ഒരു ഡോർ തുറന്നാൽ മതി അകത്തേക്ക് കയറാൻ. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 2 ഡോർ തുറക്കാം എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു പാറ്റേണോട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ ലിവിംഗ് റൂമിലാണ്. ലിവിംഗ് റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു വിൻഡോൻ്റെ ഇൻസൈഡാണ് നമ്മൾ കാണുന്നത്. ലിവിംഗ് റൂമിലേക്ക് കൂടുതൽ വെളിച്ചം കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിനാണ് നമ്മൾ അത്രയും വലിയൊരു വിൻഡോ ഏരിയ അവിടെ നമ്മൾ ഫാബ്രിക്കേറ്റഡ് വിൻഡോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ കാണുന്ന സമയത്ത് നമുക്ക് ആ വെളിച്ചം കൂടുതൽ ചില സമയത്ത് ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള കേർട്ടൻസ്, ഫുൾ ലെങ്ത്തിലുള്ള കേർട്ടൻസ് നമ്മളോട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലിവിംഗ് അതേപോലെ
ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കിച്ചണാണ്. ചെറിയ കിച്ചണിൽ നമ്മൾ എൽ ഷേപ്പിലായിട്ടാണ് ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു സൈഡിലായിട്ട് സിങ്ക്, ഒരു സൈഡിലായിട്ട് ഹോബ് ആൻഡ് ഹുഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കോർണറിലായിട്ട് നമ്മൾ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സർവിംഗ് കൗണ്ടറിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിവിടെ ചെറിയൊരു സ്പേസ്, നമ്മൾ സാധനങ്ങൾ സ്റ്റോക്ക് വെക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്പേസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഏരിയ ശരിക്കും ബ്രിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇടാൻ പറ്റുന്നതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് ചിലപ്പോൾ അവിടെ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ പ്ലൈവുഡ് വെച്ച് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാബിനറ്റ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, എൽ ഷേപ്പിലാണെന്നുള്ളത്. ഈ എൽ ഷേപ്പിലായിട്ടുള്ള ക്യാബിനറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ആക്സസറീസ് കാര്യങ്ങൾ വെക്കാനായിട്ടുള്ള ഓപ്പൺ ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓവർ ഹെഡ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീട്ടിൽ നമ്മൾ സ്റ്റോർ റൂമോ കാര്യങ്ങളോ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ആയതിനാൽ നമ്മളെ വലിയ ഐറ്റംസോ അതല്ലെങ്കിൽ റെയറായിട്ട് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ ക്യാബിനറ്റ്സ് അപ് ടു സീലിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും വലിയ ഐറ്റംസോ അതല്ലെങ്കിൽ റെയർലി യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസോ ഒരു ചെയർ വെച്ചിട്ട് നമുക്ക് മുകളിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീടായതുകൊണ്ട് തന്നെ ഈ ചെറിയ വീട്ടിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത്, ഇപ്പം നമ്മളെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ കൈ കഴുകാനുള്ള സ്പേസ് ഉണ്ടോ, എവിടെയാണ് നിങ്ങൾ സ്റ്റെയർ ഇവിടെ ചെയ്യാൻ കണ്ടത് വന്നിട്ട് താഴെ മെയിൻ ഫ്ലോറിൽ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഫ്ലോറിലാണ് ടെർമിനേറ്റ് ആവാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തത്. കാരണം അവിടെ നമുക്ക് അത്ര പോലും സ്ഥലം അവിടെ വേസ്റ്റ് ആക്കാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഒരു ഡിസൈൻ ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഈ 4 സെൻറ്റിൽ 4 ബെഡ്റൂം എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ബെഡ്റൂമൊക്കെ ചില സമയത്ത് ഈ വ്യൂവേഴ്സിന് ഒരു സംശയം വരാറുണ്ട്, ബെഡ്റൂമൊക്കെ ചിലപ്പോൾ ചെറുതായിരിക്കും എന്നുള്ളത്. നമ്മൾ ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു പരിധി വരെ നോർമലായിട്ടുള്ള ബെഡ്റൂമിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ കൊടുക്കാറ്, അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വിഡ്ത്ത് കുറച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനെ കൊണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോർണറിലായിട്ട് കിങ് സൈസ് ബെഡ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ബെഡിൻ്റെ സൈഡ് കംപ്ലീറ്റ് കുഷ്യനാണ്. സൈഡും അതേപോലെ തന്നെ ബാക്ക് റെസ്റ്റ് നമ്മൾ കുഷ്യനാണ് ചെയ്തത്. ബാക്ക് റെസ്റ്റ് കുഷ്യൻ ചെയ്യാനുള്ള കാരണം ഡിസൈൻ്റെ ഭംഗി, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കംഫർട്ട്, പിന്നെ അതേപോലെ തന്നെ 2 സൈഡിൽ നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. വോളിൽ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്, പാനലിങ് കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഹാങ്ങിങ് ലൈറ്റ് ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് ആംബിയൻ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഒരു ബേ വിൻഡോ ഉണ്ട്, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് പോലും നമുക്ക് വാർഡ്രോബിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത്യാവശ്യം നല്ലൊരു ഏരിയ നമുക്ക് അവിടെ ഫ്രീ ഉണ്ട്. അതായത് നമുക്കൊരു റൂം വലുപ്പം കൂടുന്നത് എപ്പോഴും അവിടെ മൂവ്മെൻറ്റിനുള്ള ഗ്യാപ്പുകൾ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ്. ആ മൂവ്മെൻറ്റിനുള്ള ഗ്യാപ്പ് നമ്മളിവിടെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിലുള്ള പോരായ്മ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് റൂം
ആണെങ്കിൽ പോലും ഇവിടെ വെക്കാനും എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇത്രയും വലിയൊരു ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ നേരെ കയറി ചെല്ലുന്നത്. സ്റ്റെയറിന് നമ്മൾ ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സെൻസറാണ്. ആൾക്കാർ കയറുന്നതിനനുസരിച്ച് കത്തുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റെയറിൻ്റെ ആംബിയൻ ലൈറ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റെയർ നേരെ കയറി ചെന്നാലുള്ള ലാൻഡിംഗ് ലൈറ്റ് നമ്മൾ കുറച്ച് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മൾ മുൻപ് നമ്മുടെ സൈറ്റിൽ ബാലൻസ് വന്ന ഒരു ക്ലാഡിംഗ് ടൈലാണ്. അത് നമ്മൾ ഇവിടുന്ന് താഴെ അപ് ടു ഫ്ലോർ വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തത്. അത് ടെർമിനേറ്റ് ചെയ്യുന്ന ഭാഗത്തായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലൈവുഡും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വുഡൻ ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സാധാരണ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ അവിടെ ആയിട്ട് നമ്മളൊരു വിൻഡോ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ഒരു വിൻഡോ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു വാൾപേപ്പർ ഡിസൈൻ, പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഡെക്കോർ സെൻട്രലായിട്ട് ലൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാൾപേപ്പർ വിൻഡോ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ലൈറ്റിംഗ് കുറയാതിരിക്കാനായിട്ട് നമ്മൾ റൂഫിൽ പ്രോപ്പർ ആയിട്ടുള്ള റൂഫ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പകൽ സമയത്ത് ഒരു കാരണവശാലും നമുക്ക് അവിടെ ലൈറ്റ് ഇടുന്ന ഒരു സാഹചര്യം വരാത്ത രീതിയിലാണ് നമ്മൾ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഏരിയ 1400 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് ആണ് നമുക്കിവിടെ ഇല്ലാത്തത്. അപ്പർ ലിവിംഗ് നമ്മൾ ഏരിയ കുറയ്ക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി നമ്മളിവിടെ ഒഴിവാക്കിയതാണ്. കാരണം സാധാരണ ഇവിടെ മുകളിൽ ഇരിക്കാൻ അല്ലെങ്കിൽ മുകളിൽ ഒരു വർക്ക് ചെയ്യാൻ അങ്ങനത്തെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ ജസ്റ്റ് നമുക്ക് റൂമിലേക്കുള്ള ഒരു പാസിംഗ് ഏരിയ എന്നുള്ള രീതിക്ക് മാത്രമായിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ 2 ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഈ ഒരു ചെറിയ പാസേജ് ഏരിയയിൽ നമുക്ക് കോമൺ ബാത്റൂമിലേക്കുള്ള എൻട്രി ഇവിടെ വരുന്നുണ്ട്. ഇതൊരു കോമൺ ബാത്റൂമാണ്. കോമൺ ബാത്റൂമിലേക്ക് എൻട്രി ഇവിടെ വരുന്നുണ്ട് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മളെ താഴെ ലിവിങ്ങിൻ്റെ നേരെ മുകളിലായിട്ട് വരുന്ന ബെഡ്റൂമിലേക്കാണ്. ഇത് നമ്മളെ 3rd ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ഇവിടെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഹാള് പോലെ ഫ്രീ ആക്കിയിട്ടതാണ്. കാരണം നിലവിൽ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ റിക്വയർമെൻറ്റ് ഈ ഒരു സൈറ്റിലില്ല. അതുകൊണ്ട് ഇവിടെ കോസ്റ്റ് കൂടുതൽ കയറ്റേണ്ടതെന്ന് വിചാരിച്ച് ഈ റൂം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടേ ഇല്ല. ബെഡ് സൈഡ് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. നമുക്ക് നാളെ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ബെഡും അതേപോലെ തന്നെ സൈഡ് ബോക്സസ് വാർഡ്രോബ് കൊണ്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളൊരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈറ്റിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഡോർസും വൈറ്റ് കളറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്ത ഡോറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോറിന് മുകളിൽ വലിയൊരു എക്സ്പെൻസ് ചിലവാകാതിരിക്കാനായിട്ടാണ് ഇൻസൈഡ് ഡോറുകൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒരു വൈറ്റ് തീമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത്. വുഡാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ മുകളിൽ നമുക്ക് പോളിഷിങ് അതേപോലെ തന്നെ വർക്കുകൾ കുറച്ച് കൂടുതൽ വരുമായിരുന്നു. അപ്പോൾ അത് കുറക്കാനാണ് നമ്മൾ ഈ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു താഴത്തെ ലിവിംഗ് റൂമിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം എന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ വീടിൻ്റെ ഒരു ബാൽക്കണി. അപ്പോൾ ഈ ഒരു ബാൽക്കണീൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മളെ പുറത്തേക്കുള്ള വ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ അത്യാവശ്യം പുറത്തുനിന്നൊരു ഭംഗിയും അതേപോലെ തന്നെ പുറത്തെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാൽക്കണിയുടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാൽക്കണിക്ക് സൈഡിലായിട്ട് നമ്മൾ ഹാൻഡ് റെയിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തത്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിന് ഹാൻഡ് റെയിൽ ഇല്ല, ജസ്റ്റ് ഗ്ലാസ് ടോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വോളിലായിട്ട് നമ്മൾ 2 പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ്, എക്സ്റ്റീരിയറിൻ്റെ ഭംഗിക്ക്. നൈറ്റ് ഈ ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ ഒരു ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഒരു ഐഡിയാസ് നമ്മളിവിടെ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സീലിംഗിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വുഡൻ പാനലിൻ്റെ അതേപോലെയുള്ള ഒരു ഡിസൈനിൽ നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തതാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു ഡിസൈനിലൊക്കെ നമ്മളെപ്പോഴും HPL ഷീറ്റ് അതേപോലത്തെ വുഡൻ ഷീറ്റുകളാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇതൊരു ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഹോം ആയതുകൊണ്ട് ആ കൺസെപ്റ്റ് ഇവിടെ വേണമായിരുന്നു. പക്ഷേ നമുക്ക് അത്ര ഒരു ബഡ്ജറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്തത് പെയിൻറ്റർമാരെ കൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള പെയിൻറ്റേഴ്സിനെ കൊണ്ട് പ്രോപ്പറായിട്ട് ഒരു വുഡൻ ഡിസൈൻ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളത് വരച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സ്ലാബ് വാട്ടർ പ്രൂഫ് ചെയ്യാതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് സ്ലാബിന് ടോപ്പ് വാട്ടർ പ്രൂഫ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു രീതി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സൺഷെയ്ഡിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ സിലിണ്ടറിക്കൽ ലൈറ്റാണ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എൻ്റയർ പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഈ ഒരു വീട്ടിലുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഈ ഒരു കാണുന്നത്. ഇത് താഴത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്പേസ് കുറച്ച് കുറവുള്ള ഒരു കിഡ്സ് ബെഡ്റൂം. ആ കിഡ്സ് ബെഡ്റൂമിന് ഡയറക്റ്റ്ലി മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണിത്. ഇവിടെ പക്ഷേ താഴത്തെ കിഡ്സ് ബെഡ്റൂമിനൊക്കെ കൂടുതൽ സ്പേസ് ഉണ്ട്. അതുണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നേരത്തെ ഒരു പോർച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ പോർച്ചിലേക്ക് നമുക്ക് കുറച്ചൊരു ഏരിയ ഏകദേശം ഈ ഒരു ലൈൻ വരെ വരുന്ന ഏരിയയാണ് താഴത്ത് കിഡ്സ് ബെഡ്റൂം ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്കുള്ള എല്ലാ പോർഷനും തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഒരു കാൻഡിലിവർ സ്ലാബ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തത്. പുറത്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഇതൊരു എക്സ്റ്റെൻഡ് ഏരിയ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് മുകളിൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും എയറിലാണ്. കാരണം താഴെ ആയിട്ട് നമുക്ക് ആ ഒരു കാൻഡിലിവർഡ് ആയിട്ടുള്ള സ്ലാബ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ബെഡ്റൂമിനുള്ള സ്പേസ് കൂടുതൽ കിട്ടാനും പിന്നെ അതേപോലെ തന്നെ സൗകര്യം കൂടുതൽ കിട്ടാനും നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം അതേപോലെ തന്നെ ഫുള്ളി ഫംഗ്ഷനിലല്ല ഒരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് തൽക്കാലം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ബെഡ് മാത്രമേ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൂ, വാർഡ്രോബോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതും അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്.
ഈ ഒരു ബെഡ്റൂം പോലും നമ്മളിവിടെ ചെറുതായിട്ട് ഒരു ബേ വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേ വിൻഡോ നമുക്ക് പുറത്തേക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടാനായിട്ട് ഇവിടെ നമ്മളൊരു ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു ബേ വിൻഡോന്ന് നമുക്ക് പുറത്തേക്കുള്ള ഒരു കാഴ്ചയും പുറത്തുനിന്ന് ഈ ഒരു ബേ വിൻഡോൻ്റെ കാഴ്ച അത്യാവശ്യം ഭംഗിയാക്കാനാണ് നമ്മൾ ഈ ഒരു സ്പേസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീട് 1400 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. 4 ബെഡ്റൂമുണ്ട്. ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് പോലും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് പ്ലാനിങ് സൈഡ് പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു പ്ലസ് സൈഡാണ് ഈ ഓപ്പൺ ഡ്രസ്സ്. ഈ ഓപ്പൺ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കാണുന്ന മാസ്റ്റർ ബെഡ്റൂമും അതേപോലെ തന്നെ കിച്ചണും ഈ മൊത്തം ഏരിയ ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിലാണ് ഈ ഒരു ഓപ്പൺ ഡ്രസ്സ് ഉള്ളത്. പൊതുവേ ഒരു വൃത്തിയിൽ നിൽക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ച് അതിന് വൃത്തികേടായിട്ടുള്ളൊരു പോർഷൻ നിർബന്ധമായിട്ട് വേണം. ആ പോർഷനാണ് ഈ ഒരു ഓപ്പൺ ഡ്രസ്സ്. ഈ ഒരു വീടിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തുള്ള ടൈൽസിൻ്റെ ബാലൻസ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇവിടെ തന്നെ കാണാൻ പറ്റും. കാരണം ഇത് നമുക്കിവിടെ ചെറിയ പ്ലോട്ടായതുകൊണ്ട് ഡംപ് ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ ഉള്ള സ്പേസ് നമുക്കില്ല. മുറ്റം കാര്യങ്ങൾ അതില്ല. മുറ്റത്ത് ചെറിയ സ്പേസുകൾ അവിടെ നമ്മളിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസൈനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. പിന്നെ അതേപോലെ നാളെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഷീറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നാളെ നമ്മൾ ഷീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ശരിക്കും നല്ല വെൽ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആക്കാൻ നമുക്ക് പറ്റുന്ന ഒരു പോർഷനാണ്. ഇവിടെ ഡ്രസ്സ് അയൺ ചെയ്യുക, ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് അങ്ങനത്തെ ഒരുപാട് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഏരിയകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടെ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓപ്പൺ ഡ്രസ്സിന് വേറൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഈവനിങ് ടൈമൊക്കെ ഒരു ചെയർ ഇട്ടിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ഏരിയ ആയിട്ട് പോലും നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഈവനിങ് ടൈമിലൊക്കെ അത്യാവശ്യം നല്ല കാറ്റാണ് ഈ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ സൺസെറ്റും ഇവിടെ നല്ല വൃത്തിയായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഏരിയയും കൂടാണ് നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ഒരു ഓപ്പൺ ഡ്രസ് ഏരിയ. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് 4 സെൻറ്റ് സ്ഥലത്തായിട്ട് ഒരു 1400 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ താഴത്ത് 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കാണിക്കാൻ വിട്ടുപോയ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഏരിയ ആണ്. കിച്ചൻ്റെ പുറമെ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഓപ്പൺ കിച്ചൻ്റെ പുറമെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ഒരു വർക്ക് ഏരിയ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് പുറകെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഈ വീട്ടുകാരെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്തത് വീഡിയോയിൽ. മെസ്സി ആയിട്ട് എടുക്കണം ഒരു വർക്ക് ഏരിയ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു നല്ല റെക്ടാങ്കിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുള്ള ഏതൊരാൾക്കും നമുക്ക് ഈ ഒരു സൗകര്യം വെച്ചിട്ട് അവിടെ ഒരു ബിൽഡിംഗ്, ഒരു വീട് നമുക്ക് ഈ ഒരു സൗകര്യം തന്നെ ചെയ്യാൻ പറ്റും. നമ്മളെ പ്ലാനിങ് സമയത്ത് അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സൗകര്യം കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വീടിന് ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്റീരിയർ ഉൾപ്പെടെ അപ്രോക്സിമേറ്റ് 45 lakhs ഉള്ളിലായിട്ടായിരുന്നു. അതിൽ നമ്മൾ ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പ് അതേപോലെ തന്നെ കോമ്പൗണ്ട് വാൾ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലത്തെ വീട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യാം. ഈ വീടിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കമ്പനിയുടെ പേര് കോർബൽ ആർക്കിടെക്ചർ എന്നാണ്. കോഴിക്കോട് നടക്കാവിലാണ് നമ്മൾ ഓഫീസ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വർക്ക് തന്നെ ആയാലും, ഇൻറ്റീരിയർ ആയാലും അതേപോലെ തന്നെ ടോട്ടൽ കൺസ്ട്രക്ഷൻ ആയാലും വീടിൻ്റെ പ്ലാൻ ആയാലും എന്ത് കാര്യങ്ങളായാലും ധൈര്യപൂർവ്വം നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ, താഴത്ത് കമൻറ്റ് ചെയ്യൂ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം.